മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അസ്സൂഉ മുതനാവിലും ജമീഉൽ മആസി മിൻ അഫ്ആലിൽ ജവാരിഹി വ അഫ്ആലിൽ ഖുലൂബ്. മനുഷ്യ ശരീരങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, മനുഷ്യ മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, ഇതെല്ലാം സൂ കൈകാര്യം ചെയ്യും. സൂ എന്ന പദപ്രയോഗത്തിൽ ഇതൊക്കെ വരും. വൽ ഫഹ്ശാഉ ഹിയല്ലതി ജാവസത്തിൽ ഹദ്ദ ഫിൽ ഖുബ്ഹ്. വഷളത്തരത്തിൽ, മോശത്തരത്തിൽ അതിരുവിട്ട് കടന്ന തെറ്റുകളാകുന്നു ഫഹ്ഷ. ഇതൊരു വിഭാഗം പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടാണ്. മാനസികവും ശാരീരികവുമായി വന്നു പോകുന്ന തെറ്റുകളെല്ലാം സൂ ആണ്. എന്നാൽ മോശത്തരം, വഷളത്തരം, അപമാനം, അപരാധം, ഇതിൽ അതിന്റെ അതിരുവിട്ട് കടന്ന രീതിയിലുള്ള തെറ്റുകൾ, അതൊക്കെയാണ് ഫഹ്ഷ എന്നാണ് പറയുന്നത്. ചിലർ പറഞ്ഞത് കുല്ലുമാ യസൂഉൻ നഫ്സ് വയുസീബുഹ ബിൽ ഹുസ്ൻ വൽ ഗം. മനുഷ്യനെ, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന എല്ലാം, ദുഃഖവും വിഷമവും ഏൽപ്പിക്കുന്ന എല്ലാം സൂ ആണ്. എന്നാൽ ഫഹ്ഷ കുല്ലു ഖസ്ലത്തിൻ ഖബീഹ കസ്സിന വല്ലിവാത്ത് വൽബുഖ്ൽ വസായിറുൽ മആസി ദാത്തുൽ ഖുബ്ഹി ശദീദ്. എല്ലാ അറുവഷളൻ പ്രവൃത്തികളും, വ്യഭിചാരം പോലെ, സ്വവർഗരതി പോലെ, പിശുക്ക് പോലെ, അപ്രകാരം മോശമായ അതിജുഗുപ്സാവഹമായ തെറ്റുകൾ ഒക്കെയും ഫഹ്ഷ ആണ്. ഇവിടെ സിന പോലെ വ്യഭിചാരം, ലിവാത്ത് സ്വവർഗരതി, വൽബുഖ്ൽ ലുബ്ധത, പിശുക്ക് പോലെ എന്നാണ് ഈ ഫഹ്ഷായിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞത്. പിശുക്കിനെ സിനയെ പോലെ, ലിവാത്തിനെ പോലെ എണ്ണുകയാണ്. അത് ഫഹ്ഷ ആയി. ഇസ്ലാമിൽ അറുവഷളമായ അതിമോശമായ ഒരു വിപത്താണ്, തിന്മയാണ് ബുഖുൽ, പിശുക്ക്, ലുബ്ധത. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൽ ഖബായിർ, തിരുദൂതരെ വൻ പാപങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുന്ന തിസ്ഉൻ, അവ 9 എണ്ണമാണ് എന്ന് പറഞ്ഞ് ഷിർക്ക്, സിഹർ അഭ്യസിക്കൽ, മനുഷ്യവധം, അനാഥകളുടെ സ്വത്ത് ഭുജിക്കൽ, പലിശ തിന്നൽ, യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടൽ, പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയൽ, അതേപോലെ പിശുക്ക്, ഈ 9 എണ്ണം എണ്ണി എന്നാണ്. ഇത്തഖുശുഹ്, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിശുക്കാണ് മുമ്പുള്ളവരെ നശിപ്പിച്ചത്. ഈ പിശുക്കും ലുബ്ധതയുമാണ് അവർ അന്യോന്യം രക്തം ചിന്താനും രക്തബന്ധം മുറിക്കാനും നിഷിദ്ധങ്ങളെ അനുവദിക്കാനും ഇടയായത്. അതുകൊണ്ട് പിശുക്ക് നിങ്ങൾ സൂക്ഷിക്കണേ എന്നൊക്കെ പറയണ്ടായി. അതുകൊണ്ടാണ് ഈ പിശുക്കിനെ ഈ ഫഹ്ഷായിൽ ഈ വിധം എണ്ണപ്പെടുന്നത്. ഇസ്ലാമിൽ വലിയ അപരാധമാണ് ഈ ഒരു ലുബ്ധത. മദീനയിലേക്ക് ഹിജറ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സലമ ഗോത്രക്കാരോട് സംവദിക്കുന്ന ഒരു ചരിത്രമുണ്ട്. നിങ്ങളുടെ സയ്യിദ് ആരാണ് ബനു സലമ എന്ന് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറയുകയാണ്, ജദ് ബിൻ ഖൈസ് അല അന്നാ നുബഖിലുഹു, ഞങ്ങളുടെ നേതാവ് ജദ് ബിൻ ഖൈസാണ്. അയാളെ ഞങ്ങൾ ലുബ്ധനായി, പിശുക്കനായി ഗണിക്കുന്നതോടൊപ്പം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയ്യുദാഇൻ അദ്വാ മിനൽ ബുഖ്ൽ, പിശുക്കിനേക്കാൾ വലിയ രോഗം എന്താണുള്ളത്? എന്നിട്ട് ജിദ് ബിൻ ഖൈസിനെ അല്ലെങ്കിൽ ജദ് ബിൻ ഖൈസിനെ ബനു സലമയുടെ നേതൃത്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനഭ്രഷ്ടനാക്കി നീക്കി. എന്നിട്ട് ബൽ സയ്യിദുക്കും അംറു ബിനുൽ ജമൂഹ്, നിങ്ങളുടെ നേതാവ് അംറു ബിനുൽ ജമൂഹാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാരോഹണം നടത്തി എന്നാണ്. അദ്ദേഹം വലിയ ഔദാര്യവാനായിരുന്നു, ദാനപ്രിയനായിരുന്നു, നന്മമരമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ സന്ദർഭങ്ങളിൽ വിവാഹ സൽക്കാരം നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ചെലവിലായിരുന്നൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ വിഷയം ഫഹ്ഷ. അതിൻ്റെ ഉദാഹരണങ്ങളിൽ പണ്ഡിതന്മാർ വ്യഭിചാരത്തെ എണ്ണി, സ്വവർഗരതിയെ എണ്ണി, പിശുക്കിനെ എണ്ണി, അതേപോലെ അറുവഷളമായ മറ്റു പാപകൃത്യങ്ങളെ എണ്ണി. ഇതാണ്